LDF കടുക് മണിക്കൂർ മുന്നോട്ട് പോയില്ലല്ലോ, അത്രയും പറഞ്ഞാൽ മതി അവർ. ഇനിയിപ്പോൾ ധാരണാപത്രത്തിൻ്റെ ഒപ്പ് മാറ്റാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഞങ്ങളെന്താ മീറ്റിംഗ് കൂടാതിരുന്നത്? ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മറ്റേതിലേക്ക് പോകാതിരുന്നത്. അപ്പോൾ അവർ പറയണം, കഴിഞ്ഞ തവണ ഇപ്പോൾ MOU ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇത് വ്യക്തത ഉണ്ടെങ്കിലും ഒരു കാര്യവും അവർ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പം MOU എന്ന് പറഞ്ഞാൽ എന്താ? ആ പദ്ധതി നടപ്പിലാക്കാനുള്ള ധാരണാപത്രമാണ്, കരാർ പോലുമല്ല, ധാരണാപത്രമാണ്. നിങ്ങൾ പണം വാങ്ങിയാൽ ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിന് മാത്രം ഇടപെടേണ്ടി വരും. അതാണ് കേന്ദ്രത്തിന് പ്രത്യേക അധികാരം വരുന്നത്. കാരണം പണം അവർ നൽകുന്നു. അതിൽ തന്നെ ഇപ്പോൾ അവർ പറഞ്ഞു സ്കൂളുകൾ തിരഞ്ഞെടുക്കാനാണോ ഈ സബ് കമ്മിറ്റി? അതിന് അധികാരം വേണമെന്ന് ആവശ്യപ്പെടാനാണോ? ഈ PMശ്രീയുടെ പ്രധാനം തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം പത്രക്കാർ, സ്റ്റേറ്റിലാകെ ഈ PMശ്രീയുടെ എല്ലാ പ്രൊവിഷനുകളും പൂർണ്ണമായി നടപ്പിലാക്കലാണ് ഒന്നാമത്തെ ലക്ഷ്യം. നിങ്ങൾ ഏത് സ്കൂളിലാണെങ്കിലും അത് എല്ലായിടത്തും നടപ്പിലാക്കേണ്ടി വരും. അതിൽ നമ്മൾ ഫണ്ട് വാങ്ങിയില്ല, നമ്മൾ നടപ്പിലാക്കുന്നുമില്ല. ഈ സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പറയണത് ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. ഞങ്ങളത് നോക്കിയിട്ട് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതാണ് അതിനകത്ത് ബുദ്ധിമുട്ട്. അവരൊക്കെ മാറ്റാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് മാറ്റാൻ അല്ലെങ്കിൽ തിരുത്താൻ പറ്റുന്നില്ല. MOUക്കകത്തിന് എന്തിനാ മാറ്റം? നമ്മൾ നടപ്പിലാക്കുന്നില്ല. ധാരണാപദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു 7 മാസം ഞങ്ങൾ നടപ്പിലാക്കാതിരുന്നു. അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞല്ലോ, ഇനി മാർച്ച് വരെ കാത്തിരുന്നാൽ മതി. കാരണം PMശ്രീ മാർച്ച് 31 വരെ ഉള്ളൂ. ആ സാമ്പത്തിക വർഷം PMശ്രീ തീരും. അപ്പം അവർ ചെയ്ത പോലെ തന്നെ ഞങ്ങളും അനങ്ങാതിരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ നന്നാകുമായിരുന്നു. അതിന് പകരം ഞങ്ങൾ ഏത് സ്കൂളാണ് നടപ്പിലാക്കാൻ പോകുന്നത്, സിലബസ് എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ചാണ് ഈ കമ്മിറ്റി ചർച്ച ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതാണ് വളരെ ഗൗരവമായ പ്രശ്നമായി കാണേണ്ടത്. UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അത് കൺവീനറാണല്ലോ UDFൻ്റെ പത്രസമ്മേളനം, വ്യക്തമായി ആധികാരികമായിട്ട് പറയുകയും ചെയ്തു. അത് കൈയോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നേരെ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്നു. ഈ അവസരവാദ സമീപനം ജനങ്ങളെ എങ്ങനെ തെരഞ്ഞെടുപ്പിന് മുൻപ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തുറന്നു കാട്ടപ്പെട്ടപ്പോൾ ഒരു മലക്കം മറിച്ചലോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണെന്ന് വ്യക്തമാണ്. പിന്നെ ആറന്മുളയുടെയും കണ്ടില്ലേ, ഇപ്പോൾ ചില ചാനലുകാർ അവരെ പിന്നെ കണ്ട് പിടിച്ചു എന്നാണ് കാണുന്നത്. അവർ അത് എയർ ചെയ്തിട്ടില്ല. അവർ പറയുന്നുണ്ടല്ലോ പഞ്ചായത്തിന് ജോലി പോകാനിടയുണ്ട്, അതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ തിരുത്തി പറഞ്ഞാണെന്ന് വരെ പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കാണേണ്ടത് ഈ ഘട്ടത്തിൽ വിവാദങ്ങൾക്കല്ല എല്ലാവരും ശ്രമിക്കേണ്ടത്. ഇപ്പോഴും മുഖ്യമന്ത്രിക്കാണ് പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാം, ഈ ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം എന്ന് പറയലാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ കാര്യങ്ങളവിടെ പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാവരും ഒന്നിച്ചിറങ്ങണം എന്ന ആഹ്വാനമാണ് ഈ പ്രതിപക്ഷ മേധാവ് എന്ന നിലയിൽ മുൻ മുഖ്യമന്ത്രിയുടെ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ പ്രളയം വന്നപ്പോൾ പ്രതിപക്ഷ മേധാവിനെ വിളിച്ച് അദ്ദേഹത്തെ കൂട്ടിയിട്ടല്ലേ യാത്ര പോയത്. അപ്പോൾ അത്തരം എന്തെങ്കിലും ആശയവിനിമയത്തിന് ഇദ്ദേഹം തയ്യാറായോ? നമുക്ക് എങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു, നമുക്ക് എങ്ങനെയാണ് ഒന്നിച്ച് പോകേണ്ടത്? അതൊന്നുമല്ലല്ലോ. പിന്നീട് അവർ നിലപാട് മാറ്റി, പ്രതിപക്ഷം നില അവരുടെ നിലപാട് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അധികം നുണയങ്ങ് ചിലവാകില്ല എന്ന് കരുതുന്നത്. വിവാദങ്ങളിലേക്ക് പോകാതെ ഈ സന്ദർഭത്തിൽ ഇപ്പോഴും നമുക്കറിയില്ല, ഓഗസ്റ്റ് ഇനിയും കിടക്കുകയാണ്, നമ്മുടെ അനുഭവങ്ങളുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഇത്തരം സന്ദർഭങ്ങളിൽ കേരളം അത് കാണിച്ചിട്ടുണ്ട്. ആ ഐക്യം കാണിക്കുന്നതിനുള്ള മുൻകൈ ഗവൺമെൻറ് എടുക്കണം. സന്നദ്ധ സംഘടനകൾക്ക് ഇറങ്ങിക്കോളൂ, ഞങ്ങൾ പുറകേണ്ടെന്നല്ല പറയില്ല, ഞങ്ങൾ ഒപ്പം ഉണ്ട്, നമുക്ക് ഒന്നിച്ചിറങ്ങാം എന്ന് പറയലാണ് കേരളത്തിൻ്റെ അനുഭവം എന്നുകൂടി കാണണം.